എന്നുച്ചരിച്ച് സുഖലവും കണ്ട് ആസ്വദിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ജബലിനൂറ് കയറലും കാബും പ്രദർശനം ചെയ്യലും ഉംറ ചെയ്യലുമല്ല, ആഖിബത്ത് നന്നാവലാണ് ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. ഞങ്ങൾക്ക് ആ ലക്ഷ്യം നീ നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ഈ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ഉത്തരം ലഭിക്കുമെന്ന കുറ്റകാരണം കൊണ്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞങ്ങളുടെ ഭാര്യമാര്, സഹോദരിമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, ഞങ്ങളുടെ കൂട്ടുകാര്, സുഹൃത്തുക്കള്, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികള് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നീ സാക്കണേ അല്ലാ. പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. റബ്ബേ അവർക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. വപ്പാ ദുആ ചെയ്യണം, പരീക്ഷയാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ മകളുണ്ട്. റബ്ബേ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠിക്കാനുള്ള കഴിവും പരീക്ഷകളെ അതിജീവിക്കാനുള്ള കഴിവും പരീക്ഷകളിൽ നല്ല മാർക്കും കൊടുത്തുകൊണ്ട് ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. റബ്ബേ നല്ലതായ ബുദ്ധിശക്തിയും നല്ലതായ ഓർമ്മശക്തിയും പഠിക്കാനുള്ള കഴിവും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ നല്ല വിജയം കൊടുക്കണേ അല്ലാ. നല്ല വിജയം കൊടുത്തിട്ട് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തായ നിലയിൽ നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ആ കുട്ടികൾക്ക് നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ ഇഖ്റാഇന്റെ വചനങ്ങൾ ഇറങ്ങിയ ജബലുൻ നൂറിന്റെ മുകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് മനഃപാഠമാക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഹബീബായ തിരുസുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോവാതിരിക്കാനുള്ള എല്ലാവിധ കഴിവും നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ റസൂല് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് ചെയ്യണേ അല്ലാ. പടച്ചവനെ ഞങ്ങളോട് കൂടെ മല കയറിയിട്ട് റബ്ബേ താഴെ നിൽക്കുന്ന ഒരുപാട് സഹോദരികളുണ്ട്, സഹോദരന്മാരുണ്ട്. പടച്ചവനെ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകളിൽ ഞങ്ങൾക്ക് നൽകുന്നത് പോലത്തെ പ്രതിഫലം അവർക്കും നീ കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളോട് കൂടെ യാത്രയിൽ ഒന്നിച്ചു വന്ന് റൂമിൽ കിടക്കുന്നവരുണ്ട്. റബ്ബേ റൂമിലിരിക്കുന്ന വല്യപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. റബ്ബേ സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്നവരുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. വീട്ടിലംഗങ്ങളെ പോലെ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത് നീ സ്വീകരിക്കണേ അല്ലാ. അതിൽ വരുന്ന അപാകതകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അതിലുള്ള അപാകതകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ റബ്ബേ അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ കബറിടങ്ങൾ അവരുടെ കബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ കബറുകളിൽ സ്വർഗീയ ലിബാസുകൾ ധരിപ്പിക്കണേ അല്ലാ. സ്വർഗീയ ഫിറാശുകൾ വിരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ. ഈ നിമിഷം നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും ഉത്തരം ചെയ്യാനില്ല. നിന്നോടല്ലാതെ വേറൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല, യാചിക്കാനില്ല. നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. നീ ഉത്തരം ചെയ്യണേ അല്ലാ. നീ ഉത്തരം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കൈകളെ നീ വെറുതെയാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കൈകളെ നീ വെറുതെയാക്കി മടക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أحبنا ولمن أطعمنا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم رب ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.